പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിനെയാണ് അല്ലേ. അപ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് ലെയറിൽ ഉള്ള നമ്മുടെ TCP/IP റെഫറൻസ് മോഡലിന്റെ നെറ്റ്വർക്ക് ലെയറിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോക്കോളാണ് IP എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോളില് നമ്മുടെ TCP/IP റെഫറൻസ് മോഡലിലെ പാക്കറ്റിന്റെ ഡെലിവറി നിർണ്ണയിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. പാക്കറ്റ് ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് IP ഹെഡറിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പാക്കറ്റിന്റെ അതുപോലെ തന്നെ റൗട്ടിങ് അല്ലെ, റൗട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള IP ഹെഡറിലുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ് തന്നെയായിരിക്കും. അപ്പം IP അഡ്രസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ ചെയ്യുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. നമുക്കിന്ന് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിന്റെ IP ഹെഡറിന്റെ വിവിധ ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ ഇൻഫർമേഷനാണ് IP ഹെഡർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോഡുകൾക്ക്, ഇന്റർമീഡിയറ്റ് നോഡ് ആയിക്കോട്ടെ ഡെസ്റ്റിനേഷൻ നോഡ് മെഷീൻ ആയിക്കോട്ടെ, അവയ്ക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും, അതുപോലെ തന്നെ എന്തൊക്കെ സുപ്രധാനമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ IP ഹെഡറിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്ക് ലെയറിനെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ ആയിട്ടുള്ള IP ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിനെ കുറിച്ചാണ്. നമുക്ക് ഇന്ന് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിന്റെ ഹെഡർ ഫീൽഡ്സ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ നമ്മളെ ഡാറ്റയെ ഡാറ്റാഗ്രാം എന്ന് വിളിക്കുന്നു പറഞ്ഞു അല്ലെ. ഡാറ്റാഗ്രാം അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പാക്കറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കുള്ള അതിന്റെ പേര്, നമ്മുടെ ഡാറ്റ നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോഴുള്ള ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ഡാറ്റാഗ്രാം ആണ്. അതിലേക്ക് നമ്മൾ IP ഹെഡർ ഫീൽഡ് നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ പാക്കറ്റിൽ എന്തുണ്ടാവും? ഒരു ഹെഡർ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹെഡർ, ഇതാണ് നമ്മുടെ ഹെഡർ എന്ന് വിളിക്കുന്നത്. ഇത്രയും പാർട്ട് നമ്മുടെ ഹെഡർ ആണ്. അതിനുശേഷം നമ്മളെ ഡാറ്റ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഡാറ്റയുടെ കൂടെ IP ഹെഡർ ആഡ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ IP ഹെഡർ എന്ന് പറയുന്നത് 20 മുതൽ 60 വരെ ബൈറ്റ് ലെങ്ത് ഉള്ള ഒരു ഹെഡർ ആണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ കൂടി ചേർന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 or 1 അല്ലേ. നമ്മൾ ബൈനറി നമ്പേഴ്സ് പഠിച്ചാൽ 0 or 1 മാത്രം ആണ് നമ്മൾ ബൈനറി ഡിജിറ്റ്സുകളായിട്ടുള്ളത് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ ബൈനറി ഡിജിറ്റ്സ്, അതിനെ നമ്മൾ ബിറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ ബിറ്റുകൾ, അങ്ങനെയുള്ള 8 ബിറ്റുകൾ കൂടി ചേർന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ IP ഹെഡറിന്റെ സൈസ് വരുന്നത് 20 മുതൽ 60 ബൈറ്റ് വരെയാണ്. എന്താണ് 20 മുതൽ 60 ബൈറ്റ് വരെ എന്ന് പറയുന്നത്? ഇത്രയും ബൈറ്റ്, ഏകദേശം മിനിമം സൈസ് എന്ന് പറയുന്നത് 20 ബൈറ്റ് ആണ്. 20 ബൈറ്റ്, 20 ബൈറ്റ്സ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ഓപ്ഷൻസ് 0 മുതൽ 40 വരെയുള്ള ബൈറ്റ് സൈസിൽ നമുക്ക് ഓപ്ഷൻസ് പറയാൻ വേണ്ടി, ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഫീൽഡും കൂടെ നമ്മുടെ IP ഹെഡറിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഉണ്ട് അല്ലെ. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫീച്ചേഴ്സ്, എക്സ്ട്രാ എന്തെങ്കിലും നമ്മുടെ പാക്കറ്റ് റൗട്ട് ചെയ്യാനോ ആയിട്ട് ബന്ധപ്പെട്ട റൗട്ടിങ് ഇൻഫർമേഷൻസ്. ഇപ്പോൾ റൗട്ടിംഗ് പ്രോട്ടോകോൾസ്, സോഴ്സ് റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടാണ് പാക്കറ്റ് റൗട്ട് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ IP ഹെഡറിൽ ഉള്ളത്. അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും, ഓപ്ഷൻസ് പഠിക്കുമ്പോൾ. അപ്പൊ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ IP ഹെഡറിന്റെ സൈസ് പറയുന്നത് 20 മുതൽ 60 വരെ ബൈറ്റ് ആണ്. അതിൽ മിനിമം സൈസ് എന്ന് പറയുന്നത് 20 ബൈറ്റ് ആണ്, 20 ബൈറ്റ്. അപ്പൊ ആ ഹെഡറിൽ പിന്നെ എക്സ്ട്രാ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡും കൂടി ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻസ് എത്ര മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെഡറിന്റെ സൈസ് 60 ബൈറ്റ് വരെ മാക്സിമം ആകാം എന്നുള്ളതാണ്. 0 മുതൽ 40 ബൈറ്റ് വരെ ആണ് ഓപ്ഷന്റെ സൈസ്. അപ്പൊ ആ 40 ബൈറ്റ് മാക്സിമം ഓപ്ഷൻ സൈസും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ 60 ബൈറ്റ് വരെ എന്നുള്ള ഒരു ലെങ്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ IP ഹെഡർ ഫീൽഡിന്റെ സൈസ് വേരിയബിൾ ലെങ്ത് ആണെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ 20 ബൈറ്റ് മാത്രമേ ഉപയോഗിക്കൂ, ചില കേസിൽ നമ്മൾ 30 ബൈറ്റോ 40 ബൈറ്റോ ചിലപ്പോൾ 60 ബൈറ്റ് തന്നെയോ ഉപയോഗിക്കും. നമ്മൾ ആ ഓപ്ഷൻസ് എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പം
എല്ലാ ഓപ്ഷൻസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം സൈസ് വരുന്നത് 60 ബൈറ്റ് ആണ്. 60 ബൈറ്റിൽ ഒരിക്കലും കൂടില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. IP ഡാറ്റാഗ്രാമിന്റെ ഹെഡറിന്റെ സൈസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഹെഡർ എന്താ ഉള്ളത്, ഹെഡറിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് ഉള്ളത്? റൗട്ടിംഗ് ആൻഡ് ഡെലിവറി, നമ്മുടെ പാക്കറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാഗ്രാമിന്റെ റൗട്ടിങ്ങും ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ ഹെഡറിലെ ഓരോ ഫീൽഡുകളിലും ഉള്ളത്. പല ഇൻഫോർമേഷൻസും ഉണ്ടാവും. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റൗട്ടിങ്ങിനെയും ആൻഡ് ഡെലിവറി, പാക്കറ്റ് ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് നമ്മുടെ IP പാക്കറ്റിന്റെ ഹെഡറിൽ അല്ലെങ്കിൽ IP ഡാറ്റാഗ്രാം ഹെഡറിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഓരോ ഫീൽഡുകളും ഈ ഓരോ ഇൻഫർമേഷൻസും എന്തൊക്കെയാണ്, അത് എന്തിനെ കുറിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഹെഡറിലുള്ള ഇൻഫർമേഷൻസും ബൈനറി രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഹെഡറിന്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ് അഥവാ 5 റോ, 4 ബൈറ്റ് വീതമുള്ള 5 റോ നിശ്ചയമായിട്ടും ഉണ്ടാകും. മിനിമം ഹെഡർ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ബൈറ്റ് ആണ് അല്ലെ? അപ്പൊ ഒരു റോ എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. അപ്പൊ 5 റോ നിർബന്ധമായിട്ടും ഉണ്ടാവും. പിന്നീട് വരുന്ന ഓപ്ഷൻസിനനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം അത് 60 ബൈറ്റ് വരെ ആകാം. ആ റോയുടെ എണ്ണം നമ്മൾ എത്ര 15 റോ വരെ ആകാം അല്ലെ? മാക്സിമം 4 × 15 ആണ് 60 അല്ലെ? അപ്പൊ നമ്മൾ ഒരു റോ എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. 4 ബൈറ്റ് അങ്ങനെയുള്ള എത്ര റോ വരെ ആകാം നമുക്ക് മാക്സിമം? 15 റോ വരെ നമുക്ക് മാക്സിമം ആകാം. എന്തുകൊണ്ടാണ്? 4 × 15 ആണ് 60 ബൈറ്റ് അല്ലെ? നമുക്കറിയാം ഹെഡറിന്റെ മാക്സിമം സൈസ് 60 ബൈറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രയും മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഓരോ റോയിലും ഓരോ ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലെ? ഓരോ ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വേർഷൻ ഇൻഫർമേഷൻ ആണ്. അതൊരു 4 ബിറ്റ് നമ്പർ ആണ്. ആ 4 ബിറ്റ് നമ്പർ എന്താണ് കുറിക്കുന്നത്? ഏത് വേർഷൻ IP പ്രോട്ടോകോൾ ആണ് എന്നുള്ളതാണ് ഈ വേർഷൻ ഫീൽഡിൽ ഉണ്ടാകുക. അപ്പൊ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന വേർഷൻ എന്ന് പറയുന്നത് IP വേർഷൻ 4 ആണ്. അപ്പോൾ IP വേർഷൻ 4 അല്ലാതെ IP വേർഷൻ 6 ഉണ്ട്. അത് ലേറ്റസ്റ്റ് IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 6 ആണ്. അത് നമ്മൾ IP വേർഷൻ 6 അങ്ങനെ വ്യാപകമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ IP വേർഷൻ 6 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് IP വേർഷൻ 4 ആണ്. ആ വേർഷൻ ആണ് ആദ്യത്തെ ഫീൽഡിൽ, നമ്മളെ IP ഹെഡറിന്റെ ആദ്യത്തെ ഫീൽഡിൽ 4 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യത്തെ റോയിലെ 0 മുതൽ 3 വരെയുള്ള ബിറ്റ്, അതാണ് ആദ്യത്തെ 4 ബിറ്റ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വേർഷൻ എന്ന് പറയുന്ന ഫീൽഡാണ്. പിന്നെ അടുത്തതാണ് ഹെഡർ ലെങ്ത്. നമുക്കറിയാം ഹെഡർ ലെങ്ത് എത്ര വരെ ആകാം? ഹെഡർ ലെങ്ത് 4 ബൈറ്റ് ഫീൽഡിലാണ് ഹെഡർ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ റോ 4 ബൈറ്റ് ആണ് ഒരു റോയിന്റെ സൈസ്. അങ്ങനെയുള്ള എത്ര റോ ആകാം നമുക്ക് മാക്സിമം നമുക്ക് 15 റോ വരെ ആകാന്ന് പറഞ്ഞു അല്ലെ? നമ്മളെ ഓപ്ഷൻസ് ഫീൽഡ് എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 15 റോ വരെ ആകാം. 15 ഓരോ റോ 4 ബൈറ്റ്, അപ്പൊ 15 4 ബൈറ്റ് അല്ലെ? 15 60 മാക്സിമം. മിനിമം എത്രയാണ്? മിനിമം 5 റോ എങ്കിലും മിനിമം ആണ്. ഇവിടെ നോക്കൂ, മിനിമം 5 റോ അല്ലേ ഉള്ളത്? 1 2 3 4 5 റോ അല്ലെ? അപ്പൊ 5 റോ, ഓരോ റോവും 4 ബൈറ്റ് ആണ്. അപ്പൊ 4 ബൈറ്റ് വീതം എത്ര ആണ് സൈസ് എന്നുള്ളതാണ് ഹെഡർ ലെങ്ത് പറഞ്ഞ ഫീൽഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം എന്താ? ഈ ഫീൽഡ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോഡിന്, ഒരു ഡെസ്റ്റിനേഷൻ മെഷീൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് റൗട്ടർക്ക് മനസ്സിലാകും ഈ നമ്മുടെ ഈ ഹെഡറിന്റെ സൈസ് എത്രയാണെന്നുള്ളത്. നമ്മൾ എത്ര സൈസിലുള്ള ഹെഡറാണ് ഈ IP ഹെഡറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഈ ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് വേരിയബിൾ ആണ് അല്ലെ? കാരണം എന്താ? ഈ ഓപ്ഷൻസ് നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് ഫീൽഡ് നമ്മൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് വരും അല്ലെ? ചിലപ്പോൾ ഓപ്ഷൻ ഫീൽഡ് നമ്മൾ 40 ബൈറ്റ് ഓപ്ഷൻ ഫീൽഡ് നമ്മൾ ഉപയോഗിച്ചു എന്ന് വരും അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെഡറിന്റെ സൈസ് വേരി ചെയ്യാം. അപ്പൊ അങ്ങനെ വേരി ചെയ്യുമ്പോൾ നമ്മളെ ഹെഡറിന്റെ സൈസ് എത്രയാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഫീൽഡ് നമ്മളെ IP ഹെഡറിൽ തന്നെയുള്ള ഒരു ഫീൽഡ് ആയിട്ടുള്ള HLE എന്ന് പറഞ്ഞ ഫീൽഡ് ഉള്ളത്. അപ്പൊ അതൊരു 4 ബിറ്റ് ഫീൽഡാണ്. 4 ബിറ്റ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്പർ 0 0 0 0 മുതൽ 1 1 1 1 വരെയാണ് അല്ലെ? എല്ലാം 1 ആയി കഴിഞ്ഞാൽ അത് 15 ആണ് മാക്സിമം നമ്പർ. അപ്പൊ 15 റോ ഉണ്ട് എന്ന് മനസ്സിലാകും. 15 4 ബൈറ്റ് റോ
അല്ലെ? ഒരു റോ 4 ബൈറ്റ് ആണ്. അപ്പൊ 15 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 60 ബൈറ്റ്. അപ്പൊ മാക്സിമം സൈസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോ നമ്മള് മിനിമം ആണെങ്കിൽ എത്രയുണ്ടാവൂ? മിനിമം 5, അതായത് 5 × 4 എന്ന് പറയുന്നത് 20 ബൈറ്റ്. കാരണം ഓപ്ഷൻ ഫീൽഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ എച്ച് ലെങ്ത് പറയുന്ന ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ എച്ച് ലെങ്ത് എന്നുള്ള ഫീൽഡ് ഹെഡർ ലെങ്ത് എന്നുള്ളതാണ് കുറിക്കുന്നത്. അത് വെറും 4 ബിറ്റ് ഉള്ള ഒരു ഫീൽഡാണ്. ഈ 4 ബിറ്റ് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബൈറ്റ് ഹെഡർ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതൊരു 4 ബൈറ്റ് വേർഡ്, എത്ര 4 ബൈറ്റ് സൈസാണ് നമ്മുടെ ഹെഡറിന് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. 4 ബൈറ്റ് എന്ന് പറയുന്നത് ഒരു റോ ആണ്. ആ റോയിന്റെ സൈസാണ് 4 ബൈറ്റ് എന്നുള്ളത്. അപ്പൊ 4 ബൈറ്റ് വേർഡിന്റെ എത്ര 4 ബൈറ്റ് വേർഡ് ഉണ്ട് നമ്മുടെ ഹെഡറിൽ എന്നുള്ളതാണ് ഈ ഹെഡർ ലെങ്ത് ഫീൽഡ് കൊണ്ട് പറയുന്നത്. ഇനി അടുത്ത ഫീൽഡ് ഏതാണ്? സർവീസ് ടൈപ്പ് അല്ലേ? അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ടോട്ടൽ ലെങ്ത് എന്താണെന്ന് നോക്കാം. ടോട്ടൽ ലെങ്ത് എന്താണ് പറയുന്നത്? അതിന്റെ പേരിൽ തന്നെയുണ്ട്, ടോട്ടൽ ലെങ്ത് ആണ്. നമ്മുടെ ഹെഡർ പ്ലസ് ഡാറ്റ അല്ലെ? ഹെഡറും ഉണ്ട്, ഇത്രയും ഹെഡർ ആണ് അല്ലെ? ഹെഡർ പ്ലസ് ഡാറ്റയും ഉണ്ട് അല്ലെ? ഈ ഹെഡറും ഡാറ്റയും കൂടി ചേർന്ന് നമ്മുടെ പാക്കറ്റിന്റെ, നമ്മുടെ IP ഡാറ്റാഗ്രാമിന്റെ ടോട്ടൽ സൈസ് എത്രയാണെന്നുള്ളതാണ് ഈ ടോട്ടൽ ലെങ്ത് ഫീൽഡ് കൊണ്ട് പറയുന്നത്. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 65,535 ബൈറ്റ് ആണ്. എന്തുകൊണ്ടാണ്? 16 ബിറ്റ് കൊണ്ട് ആക്ച്വലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 216 ആണ്. ഇപ്പൊ 216 എന്ന് പറഞ്ഞാൽ 65,536 ആണ് അല്ലെ? അപ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 65,535 വരെ. അപ്പൊ നമ്മൾ 0 നമ്മൾ ഉപയോഗിക്കുമല്ലോ. കാരണം എന്താ, നമ്മൾ സൈസ് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ സൈസ് 0 ഉള്ള ഡാറ്റ സൈസ് ഉള്ള മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ സൈസ് ഒരിക്കലും 0 വരില്ല. അതുകൊണ്ടാണ് നമ്മൾ 65,535 216 - 1 എന്നുള്ള രീതിയിൽ നമ്മുടെ ടോട്ടൽ പാക്കറ്റ് സൈസ് പറയുന്നത്. കാരണം 0 സൈസുള്ള പാക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്യൂല സാധാരണ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ 216 - 1 എന്നുള്ള കണക്കെടുക്കുന്നത്. അതിൽ ഹെഡർ പ്ലസ് ഡാറ്റ, ഹെഡറിന്റെ സൈസ് നമുക്ക് മാക്സിമം എത്ര ബൈറ്റ് വരെ ആകാം? 60 ബൈറ്റ് വരെ മാക്സിമം ആകാം. എല്ലാ ഓപ്ഷൻ ഫീൽഡും 40 ബൈറ്റ് ഓപ്ഷൻ ഫീൽഡും ഉണ്ടെങ്കിൽ ടോട്ടൽ ഹെഡറിന്റെ സൈസ് 60 ബൈറ്റ് ആകാം. ശേഷിക്കുന്ന ബൈറ്റുകൾ 65,535 - 60 ബാക്കിയാണ് നമ്മുടെ ഡാറ്റ. അത്രയും സൈസിലുള്ള ഡാറ്റയെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ട് ആ ഫീൽഡിൽ എന്ത് ഇൻഫർമേഷനാണ് ഉള്ളത്? ഈ ഫീൽഡ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഈ IP ഹെഡർ പ്ലസ് ഡാറ്റ, അത് രണ്ടും ടോട്ടൽ ചെയ്താൽ എത്ര സൈസ് ഉണ്ട് നമ്മുടെ പാക്കറ്റിന്റെ അഥവാ IP ഡാറ്റാഗ്രാമിന്റെ ടോട്ടൽ സൈസ് കിട്ടും. എത്ര സൈസുള്ള ഡാറ്റാഗ്രാമാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര സൈസുള്ള ഡാറ്റാഗ്രാമാണ് നമുക്ക് അയക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഈ ഫീൽഡ് വായിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുക. ഇനി തുടർന്ന് വരുന്ന അടുത്ത ഫീൽഡുകൾ നമുക്ക് നോക്കാം. ഇനി അടുത്ത ഫീൽഡ് എന്താണ്? അടുത്ത ഫീൽഡാണ് സർവീസ് ടൈപ്പ്. സർവീസ് ടൈപ്പ് എത്ര ബിറ്റുകളാണ്? അത് 8 ബിറ്റ് ഫീൽഡാണ്. 8 ബിറ്റ് ഫീൽഡ്. ഈ സർവീസ് ടൈപ്പ് ഫീൽഡ് എന്ത് ഇൻഫർമേഷനാണ് ഉണ്ടാകുക അതില്? അത് വായിച്ചു നോക്കിയാൽ അത് ചിലപ്പോൾ നമുക്ക് ഈ പാക്കറ്റിന്, നമ്മുടെ ഈ ഡാറ്റ പാക്കറ്റിന് അല്ലെങ്കിൽ IP ഡാറ്റാഗ്രാം പാക്കറ്റിന് ചില പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പല ഡാറ്റാഗ്രാം പാക്കറ്റുകളുണ്ട് അല്ലെ? ഈ സർവീസ് ടൈപ്പ് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാഗ്രാമിന്റെ പ്രയോറിറ്റി, ചിലപ്പോൾ നമ്മൾ വോയിസ് കോൾ ചെയ്യുന്നു, അതിന് നമുക്ക് ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുക ചെയ്യുന്നത്, ഒരു മൂവി ഡൗൺലോഡ് ചെയ്യുന്നത്, അപ്പൊ അതിന് ലോവർ പ്രയോറിറ്റി മതിയാവും. അപ്പൊ അങ്ങനെയുള്ള അതിനനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നടക്കും അല്ലെ? ഹയർ പ്രയോറിറ്റി സെറ്റ് ചെയ്താൽ ആ പാക്കറ്റിനെ കുറേയും കൂടെ വേഗത്തിൽ സെൻഡ് ഔട്ട് ചെയ്യാനും മറ്റും നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ റൗട്ടറിന് കഴിയും. അപ്പൊ അങ്ങനെയുള്ള പ്രയോറിറ്റി സെറ്റ് ചെയ്യാനാണ് ഈ സർവീസ് ടൈപ്പ് എന്നുള്ള ഫീൽഡ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ പാക്കറ്റിനൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹയർ പ്രയോറിറ്റി ഡാറ്റ പാക്കറ്റിനെ പെട്ടെന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡെസ്റ്റിനേഷനിലേക്ക് റൗട്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ റൗട്ടറിന് സാധിക്കും. പക്ഷെ റൗട്ടറിനും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ സർവീസ് ടൈപ്പ് ഫീൽഡ് വായിച്ച് നോക്കിയിട്ട് തീരുമാനം എടുക്കാനുള്ള കേപ്പബിലിറ്റി റൗട്ടറിന് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ കൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് നമ്മൾ യൂണിവേഴ്സലി നോട്ട് യൂസ്ഡ്, അങ്ങനെ എല്ലാ നെറ്റ്വർക്കുകളിലും ചിലപ്പോൾ ഈ സർവീസ് ടൈപ്പ് ഫീൽഡ് ചിലപ്പോൾ ഉപയോഗിച്ചൊന്നും വരില്ല. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? TTL, ടൈം ടു ലിവ് എന്ന് പറയുന്ന ഫീൽഡാണ്. എവിടെയാണ് ഫീൽഡ് ഉള്ളത്? ഇവിടെ നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ റോയില്
മൂന്നാമത്തെ റോയിൽ ഉള്ള 8 ബിറ്റ്, ആദ്യത്തെ 8 ബിറ്റ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് ടൈം ടു ലിവ് എന്നുള്ളത്. എന്താണ് ടൈം ടു ലിവ് എന്ന് പറയുന്നത്? നമ്മുടെ ഡാറ്റ പാക്കറ്റ് ചിലപ്പോൾ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പാക്കറ്റ് ഫോർവേഡ് ചെയ്ത് ഒരു റൗട്ടറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് നമ്മളെ പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ കണ്ട് വേറെ എവിടെയോ ഏതോ ഒരു നെറ്റ്വർക്കിലേക്ക് റൗട്ട് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ നെറ്റ്വർക്കിൽ റൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള തെറ്റായിട്ട് റൗട്ട് ചെയ്ത പാക്കറ്റുകൾ ഈ നെറ്റ്വർക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കും അല്ലെ. അപ്പൊ അങ്ങനെ നടന്നാൽ എന്തായിരിക്കും ബുദ്ധിമുട്ട്? ആ നെറ്റ്വർക്കിന്റെ സ്പീഡ് കുറയും. അങ്ങനെയുള്ള കുറെ മിസ് റൗട്ടഡ് ആയിട്ടുള്ള പാക്കറ്റുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പാക്കറ്റ് അല്ലേ, ആ പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്താത്ത പാക്കറ്റുകളാണ് അല്ലെ. അപ്പൊ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്കിൽ ട്രാഫിക് കൂടുകയും അത് നെറ്റ്വർക്കിന്റെ ആ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം ടു ലിവ് എന്ന് പറയുന്ന ഫീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലൊരു ടൈമാണ് ഉണ്ടാകുക. കാരണം ഈ പാക്കറ്റ് നമ്മുടെ നെറ്റ്വർക്കിൽ ഇത്ര സമയത്തേക്ക് അലൈവ് ആയിരിക്കും. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ്വർക്ക് ഈ പാക്കറ്റിനെ ഡിസ്ട്രോ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഈ ടൈം ടു ലിവ് ഓരോ റൗട്ടറിൽ എത്തുമ്പോഴും ഈ ടൈം ടു ലിവിൽ ഉള്ള നമ്പറിന്റെ വാല്യൂ കുറച്ചുകൊണ്ടിരിക്കും റൗട്ടർ. അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ വാല്യൂ ടൈം ടു ലീവ് വാല്യൂ 0 ആയിട്ട് മാറും അല്ലെ. 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ റൗട്ടർ ആ പാക്കറ്റിനെ റൗട്ട് ചെയ്യൂല, അതിനെ ഡിസ്കാർഡ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡാണ് ടൈം ടു ലിവ് ഫീൽഡ്. ടൈം ടു ലിവ് ഫീൽഡ് എന്താ ചെയ്യുന്നത്? ഒരു ടൈം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫീൽഡ് ഒരു ടൈം, ഒരു നിശ്ചിത സമയം, ഒരു ബൈനറി നമ്പറിന്റെ രൂപത്തിൽ 8 ബിറ്റ് ബൈനറി നമ്പറിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ റൗട്ടറിൽ എത്തുമ്പോഴും ഈ ടൈമിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കുറച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്താതിരിക്കുകയാണെങ്കിൽ, എത്താത്ത ഒരു സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ ടൈം ടു ലീവ് ഫീൽഡ് 0 ആവുകയും 0 ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗട്ടർ ആ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് പ്രത്യേകിച്ച് നമ്മളെ മിസ് റൗട്ടഡ് ആയിട്ടുള്ള പാക്കറ്റുകളെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി നെറ്റ്വർക്കിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും, ഇത്തരത്തിലുള്ള മിസ് റൗട്ടഡ് ആയിട്ടുള്ള പാക്കറ്റുകൾ മൂലം നെറ്റ്വർക്ക് സ്ലോ ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ടൈം ടു ലീവ് എന്ന് പറയുന്ന ഫീൽഡ്. ഇനി അടുത്ത ഫീൽഡ് ഏതാണ്? പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഫീൽഡാണ്. പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത്? പ്രോട്ടോകോൾ എവിടെയാ? ഇതൊരു 8 ബിറ്റ് ഫീൽഡാണ്. 8 ബിറ്റ് ഫീൽഡ്, ഈ 8 ബിറ്റ് ബൈനറി നമ്പറിനെ വായിച്ചു നോക്കിയാൽ എന്താ മനസ്സിലാകുക? ഈ IP പാക്കറ്റ് അതിന്റെ അപ്പർ ലെയറിൽ, അതായത് അപ്പർ ലെയർ ഏതാ? നെറ്റ്വർക്കിന്റെ അപ്പർ ലെയർ ഏതാ? ട്രാൻസ്പോർട്ട് ലെയർ അല്ലെ. അപ്പൊ ഏത് ട്രാൻസ്പോർട്ട് ലെയറിൽ പ്രോട്ടോകോളിലേക്ക് അയക്കണം, ഏത് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ് ഈ IP പാക്കറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഈ ഫീൽഡിൽ ഉണ്ടാവുക. IP ഡാറ്റാഗ്രാം, IP പാക്കറ്റിന്റെ ഈ ഫീൽഡിൽ, അഥവാ IP ഡാറ്റാഗ്രാമിന്റെ ഈ ഫീൽഡിൽ എന്താ ഉണ്ടാകുക? ഏത് അപ്പർ ലെയർ പ്രോട്ടോകോൾ ആണ് ഈ പാക്കറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ. ഉദാഹരണമായിട്ട് TCP ആണ്, ട്രാൻസ്പോർട്ട് ലെയറിന്റെ TCP ആണ് ഈ പാക്കറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെങ്കിൽ ഈ പ്രോട്ടോകോൾ അതിന്റെ വാല്യൂ 6 ആയിരിക്കും. 6 എന്നുള്ളത് ഡെസിമൽ നമ്പറിൽ എഴുതുകയല്ല, 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? 110. അത് 8 ബിറ്റില് 6, 7, 8, ഈ 8 ബിറ്റ് നമ്പറിന്റെ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇവിടെ. അപ്പൊ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ലെയറിന് മനസ്സിലാകും ഈ വരുന്ന ഡാറ്റയെ TCP പ്രോട്ടോകോൾ ആണ് ഈ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാകും. ഇനി അതിനുശേഷം വരുന്ന സുപ്രധാനമായിട്ടുള്ള 2 ഫീൽഡുകളാണ്. ഒന്ന് സോഴ്സ് IP അഡ്രസ്സും ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും. 32 ബിറ്റാണ് ഇതിന്റെ സൈസ്. 32 ബിറ്റ് ഒരു റോ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു റോ എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്, അഥവാ 32 ബിറ്റ് ആണ് നമുക്കറിയാം. അപ്പൊ ഈ 32 ബിറ്റില് നമ്മൾ IP അഡ്രസ് ആണ് ഉണ്ടാവുക. 32 ബൈനറി നമ്പറിന്റെ ഫോമില് ബൈനറി നമ്പർ ആയിട്ടാണ് നമ്മൾ IP അഡ്രസ് IP പാക്കറ്റിൽ പാക്കറ്റിന്റെ ഹെഡറിൽ എഴുതിയിട്ടുണ്ടാവുക. സോഴ്സ് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ആരാണോ ഈ പാക്കറ്റിനെ സെൻഡ് ചെയ്യുന്നത് ആ മെഷീന്റെ IP അഡ്രസ്. അതുപോലെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെഷീനിലാണോ ഈ പാക്കറ്റിന് എത്തേണ്ടത് അവരുടെ IP അഡ്രസ്. അതായത് രാജുവിന്റെ അഡ്രസ്സ് എഴുതും, പിന്നെ ഫ്രം പോർഷനിൽ രാജുവിന്റെ അഡ്രസ്സ് എഴുതുന്നു, ടു പോർഷനിൽ റാണിയുടെ അഡ്രസ്സ് എഴുതുന്നു അല്ലെ. എന്നിട്ടല്ലേ നമ്മൾ കത്ത് അല്ലെങ്കിൽ പാർസൽ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ IP ഹെഡറിലുള്ള സുപ്രധാനമായിട്ടുള്ള 2
ഫീൽഡുകളാണ് സോഴ്സ് ഐ പി അഡ്രസ്സും ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സും. ഈ ഐ പി അഡ്രസ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഐ പി അഡ്രസ്സിലുള്ള ഐ പി പാക്കറ്റിന്റെ ഹെഡറിലുള്ള രണ്ട് ഫീൽഡാണ്, സുപ്രധാനമായിട്ടുള്ള ഫീൽഡുകളാണ് സോഴ്സ് ഐ പി അഡ്രസ്സും ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സും. 32 ബിറ്റ് ഫീൽഡാണ് സോഴ്സ് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ആരാണോ അയക്കുന്നത് ആ മെഷീന്റെ ഐ പി അഡ്രസ്. ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ ഏത് ഡെസ്റ്റിനേഷൻ മെഷീനാണോ ഈ പാക്കറ്റ് കിട്ടേണ്ടത് അയാളുടെ ഐ പി അഡ്രസ്. ഇവ ഈ നമ്മുടെ ഐ പി ഡാറ്റാഗ്രാം പാക്കറ്റിന്റെ ഹെഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഇൻഫർമേഷൻ ആയിട്ട്. പിന്നെ നമ്മൾ ഇനി അതാ ബാക്കിയുള്ളത് നമ്മൾ പ്രധാന ഈ 3 ഫീൽഡുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ഐഡന്റിഫിക്കേഷനും ഫ്ലാഗും അതുപോലെ തന്നെ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റും. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് 16 ബിറ്റ് ഉണ്ട്, ഫ്ലാഗ് എന്ന് പറയുന്നത് 3 ബിറ്റ് ഉണ്ട്, ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 13 ബിറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഫീൽഡുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ഫ്രാഗ്മെന്റേഷന് ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പാക്കറ്റ് ചില നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ പാക്കറ്റ് മൊത്തമായിട്ട് ആ നെറ്റ്വർക്കിലൂടെ കടത്തി വിടാൻ പ്രശ്നമായിരിക്കും അല്ലെ. ഏത് പ്രകാരമാണോ നമ്മുടെ ചില റോഡുകളിൽ വളരെ വീതി കുറഞ്ഞ റോഡുകളായിരിക്കും അല്ലെ, ചില റോഡുകൾ നല്ല വീതിയുള്ള റോഡുകളായിരിക്കും അല്ലെ. അപ്പൊ ചില റോഡിൽ നമ്മൾ ട്രക്കിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? നമ്മൾ പാർസൽ സെൻഡ് ചെയ്യുമ്പോൾ ട്രക്ക് പോകാത്ത റോഡുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ റോഡുകളിലേക്ക് എങ്ങനെയാ നമ്മളെ പാർസൽ മൂവ് ചെയ്യിക്കുക? അത് നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കും അവിടുന്ന് അല്ലെ. വലിയ കെട്ടില് ട്രക്കിൽ കയറ്റാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും ട്രക്ക് പോകാത്ത റോഡുകൾ ആണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഈ പാക്കറ്റിനെ അഗെയിൻ അവിടെ വെച്ചിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റിയിട്ട് ചെറിയ വാഹനങ്ങളിൽ ഈ പാർസലിനെ നമ്മൾ മൂവ് ചെയ്യിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ സിനാരിയോയിലും. ചില നെറ്റ്വർക്കിന് നമ്മുടെ പാക്കറ്റിന് സെൻഡ് ചെയ്യാനുള്ള ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള സൈസിന് ലിമിറ്റേഷൻ ഉണ്ടാവും. ഡാറ്റ പാക്കറ്റിന്റെ സൈസിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ പാക്കറ്റിനെ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റണം, ഫ്രാഗ്മെന്റ് ചെയ്യണം അല്ലെ. എന്നിട്ട് ആ നെറ്റ്വർക്കിലൂടെ കടത്തി വിടണം. അതിനുശേഷം നെറ്റ്വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ റീഅസംബിൾ ചെയ്ത് പഴയ രൂപത്തിലാക്കിയിട്ട് എഗെയിൻ ഫോർവേഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നെറ്റ്വർക്കിനും നിങ്ങൾക്ക് മനസ്സിലാക്കുക ഒരു മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ഉണ്ടാവും. MTU എന്ന് വിളിക്കും, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. ആ നെറ്റ്വർക്കിലൂടെ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡാറ്റ പാക്കറ്റിനൊരു സൈസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ആ ലിമിറ്റേഷനെ നമ്മൾ മാക്സിമം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, MTU എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറഞ്ഞ നെറ്റ്വർക്കാണ്, MTU കുറഞ്ഞ നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ ആ പാക്കറ്റിനെ നമ്മൾ അതിന്റെ MTUക്ക് കണക്കായിട്ട് ഫ്രാഗ്മെന്റ് ചെയ്യണം, എന്നിട്ട് സെൻഡ് ചെയ്യണം. അത് നമുക്ക് നോക്കാം, ഒരു ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം. അത് ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെൻട്രൽ മെഷീൻ ഉണ്ട്, ഇവിടെ ഒരു റിസീവർ മെഷീൻ ഉണ്ട്. സെൻട്രൽ മെഷീന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് A എന്നും റിസീവർ മെഷീന്റെ IP അഡ്രസ് P എന്നും നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ നെറ്റ്വർക്കുകൾ ഉണ്ട് അല്ലെ. N1 ഉണ്ട്, N2 ഉണ്ട്, N3 ഉണ്ട്, N4 ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് എത്താൻ പാക്കറ്റ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് റൂട്ടിലൂടെ എത്തിയാൽ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തൂ? ഏതൊക്കെ നെറ്റ്വർക്ക് സഞ്ചരിക്കാനുണ്ട്? N1 ഉണ്ട്, N3 ഉണ്ട്, N4 ഉണ്ട് അല്ലെ. ഈ നെറ്റ്വർക്കുകളിലൂടെ കടന്നാലല്ലേ നമ്മൾ ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തൂ? അതെ അല്ലെ. അപ്പോ നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് ഈ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യണം. പക്ഷേ N3 എന്ന് പറയുന്ന നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമുണ്ട്. എന്താണത്? അതിന്റെ MTU എന്ന് പറയുന്നത് N1ന്റെ MTUവിനെക്കാട്ടും കുറവാണ് അല്ലെ. അങ്ങനെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് റോഡുകളാണെങ്കിൽ ഈ റോഡിന് വീതി കുറവാണെന്ന് മനസ്സിലാക്കൂ നിങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ വലിയ പാക്കറ്റുകൾ വരുമ്പോൾ ഈ റോഡിലൂടെ നമുക്ക് കടത്തിവിടാൻ പ്രയാസമായിരിക്കും അല്ലെ. അപ്പൊ വലിയ പാക്കറ്റിനെ നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ ചെറിയ വാഹനങ്ങളിലൂടെ ഈ നെറ്റ്വർക്ക് കടത്തിവിടണം അല്ലെ. നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്തു, സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു? ഈ റൗട്ടർ എന്താ ചെയ്യുന്നത്? ഈ റൗട്ടറാണല്ലോ ഈ നെറ്റ്വർക്കിലേക്ക് കടത്തി വിടുന്ന പാക്കറ്റിനെ. ഈ റൗട്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ 3 ഫ്രാഗ്മെന്റ് ആക്കി മാറ്റി അല്ലെ. 3 ഡാറ്റ നേരത്തെ ഉണ്ടായ ആ ഡാറ്റയെ ഇവിടെ D1 D2 D3 അങ്ങനെ 3 ചെറിയ സ്മോളർ പാക്കറ്റ്സ് ആക്കി മാറ്റി. എന്നിട്ട് N3 വഴി ട്രാൻസ്മിറ്റ് ചെയ്തു അല്ലെ. അവിടെ N3 അവിടുത്തെ എക്സിറ്റ് റൗട്ടർ അല്ലെ, ഈ നെറ്റ്വർക്കിന്റെ എക്സിറ്റ് റൗട്ടർ, ഈ നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഈ റൗട്ടർ വഴിയാണെന്ന് അല്ലെ. അപ്പൊ ഈ എക്സിറ്റ് റൗട്ടർ എന്ത് ചെയ്തു? അത് അഗെയിൻ അതിനെ റീഅസംബിൾ ചെയ്ത് പഴയ രൂപത്തിലാക്കി മാറ്റി അല്ലെ. എന്നിട്ട് അതിനെ സെൻഡ് ചെയ്യുന്നു.
അത് റിസീവർ മെഷീനിലേക്ക് എത്തുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ നമ്മളെ ഒരു നെറ്റ്വർക്കിന്റെ എൻട്രി പോയിന്റ് ആയിട്ടുള്ള റൗട്ടർ അതിനെ ഫ്രാഗ്മെന്റ് ചെയ്യും, അതിന്റെ എക്സിറ്റ് റൗട്ടർ അതിനെ റീഅസംബിൾ ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻ നമ്മൾ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കും. ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ആൻ ഓവർ സൈസ്ഡ് പാക്കറ്റ് റീച്ചസ് ദ router breaks it up into fragments. All fragments send to the same exit router, say RE. അല്ലെ, ഇവിടെ നമ്മൾ സെയിം എക്സിറ്റ് റൗട്ടർ വഴിയാണ് എല്ലാ ഈ ഫ്രാഗ്മെന്റും റൗട്ട് ചെയ്തിട്ടുള്ളത്. RE റീഅസംബിൾസ് ദ പാക്കറ്റ് ബിഫോർ ഫോർവേഡിങ് ടു ദ നെക്സ്റ്റ് നെറ്റ്വർക്ക് അല്ലെ. അതായത് നെക്സ്റ്റ് നെറ്റ്വർക്കിൽ എത്തുന്നതിന് മുമ്പിട്ട് ഈ RE ഈ റൗട്ടർ അതിനെ റീഅസംബിൾ ചെയ്തിട്ട് അടുത്ത നെറ്റ്വർക്കിലേക്ക് കടത്തിവിടുന്നു. അത്തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷനാണ് നമ്മൾ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമ്മൾ IP ഡാറ്റാഗ്രാം പാക്കറ്റിൽ അതിന്റെ ഹെഡറായിട്ട് നമ്മൾ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ്, അതുപോലെ ഐഡന്റിഫിക്കേഷൻ തുടങ്ങിയ ഫീൽഡുകൾ, ഫ്ലാഗ്സ് തുടങ്ങിയ ഫീൽഡുകളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് മുതിർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിക്കാം, ഫ്രാഗ്മെന്റേഷനെ പറ്റി. വേറൊരു തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻ കൂടിയുണ്ട്, നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കും. നേരത്തെ നമ്മൾ കണ്ടത് എന്താ? N3യുടെ എൻട്രി റൗട്ടറിൽ വെച്ചിട്ട് അതിനെ പാക്കറ്റുകളെ ഫ്രാഗ്മെന്റ് ആക്കുന്നു. അതിന്റെ എക്സിറ്റ് ഒരേ റൗട്ടറിലൂടെയാണ് എക്സിറ്റ് ചെയ്യുന്നത് അല്ലെ. എല്ലാ പാക്കറ്റുകളും സ്മോളർ പാക്കറ്റുകളെല്ലാം തന്നെ ഒരേ എക്സിറ്റ് റൗട്ടറിലൂടെയാണ് ഈ നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. ആ പുറത്ത് കിടക്കുന്ന ആ സമയത്ത് തന്നെ അതിനെ റീഅസംബിൾ ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ടാണ് നമ്മുടെ അടുത്ത നെറ്റ്വർക്കിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻ നമ്മൾ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിച്ചു. ഇനി നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷനും ഉണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? പാക്കറ്റ് fragments are not reassembled at any intermediate router. Each fragment is treated as an independent packet by the routers. The fragments are reassembled at the final destination host. ഈ പാക്കറ്റുകൾ റീഅസംബ്ലി നടത്തുന്നത് ഈ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷനാണ് നമ്മൾ നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ ആണ് വളരെ പ്രിലവന്റ് ആയിട്ടുള്ളത്. നമുക്ക് നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ പാക്കറ്റ് സ്വിച്ചിങ്ങുമായിട്ട് വളരെയേറെ സാമ്യപ്പെട്ട് കിടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ രീതിയാണ്. ഇവിടെ നമ്മുടെ ഇന്റർമീഡിയറ്റ് റൗട്ടറിൽ നമ്മളെ ഒരു വലിയ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ റൗട്ടർ ആ പാക്കറ്റിനെ പല ഫ്രാഗ്മെന്റുകളാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റി സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു മെസ്സേജ് ആണ്. ഈ മെസ്സേജ് നമ്മളെ റൗട്ടർ 1ൽ എത്തുമ്പോൾ ആ നെറ്റ്വർക്ക് അത് കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിൽ അതിന്റെ പാക്കറ്റ് സൈസ് വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ MTU അല്ലെ, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ചെറുതാണെങ്കിൽ ഇതെന്ത് ചെയ്യും? നമ്മുടെ റൗട്ടർ ആ മെസ്സേജിനെ ഇവിടെ നോക്കൂ നിങ്ങൾ 4 പാക്കറ്റുകളാക്കി, ചെറിയ ചെറിയ 4 പാക്കറ്റുകളാക്കി, ഇൻഡിപെൻഡന്റ് പാക്കറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു, ഫ്രാഗ്മെന്റ് ചെയ്യുന്നു. അതിനെ ഓരോ പാക്കറ്റുകളെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് റൗട്ട് ചെയ്യുന്നു. ഇപ്പൊ 2 എന്നുള്ള പാക്കറ്റ് ഒരു റൂട്ടിലൂടെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അത് 4 എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പാക്കറ്റ് അത് വേറെ റൂട്ടിലൂടെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ 3 എന്നുള്ളത് വേറെ റൂട്ടിലൂടെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 എന്നുള്ള ലേബിൾ ചെയ്തിട്ടുള്ള പാക്കറ്റ് വേറൊരു റൂട്ടിലൂടെയാണ് സെൻഡ് ചെയ്തത്. ഇൻഡിപെൻഡന്റ് റൗട്ടിലൂടെ അല്ലെ. ഏത് റൗട്ടാണോ അല്ലെങ്കിൽ ഏത് റോഡുകളാണോ അല്ലെങ്കിൽ ഏത് പാത്താണോ ഫ്രീ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൺജക്ഷൻ കുറഞ്ഞിട്ടുള്ളത് ആ പാക്കറ്റിന് എളുപ്പത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ പാത്ത് സെലക്ട് ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് റൗട്ട് ചെയ്യുന്നു. അതാണ് നിങ്ങൾ നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷനിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിങ്ങനെയാണ് ഈ MTU വ്യത്യാസപ്പെടുന്നത്. മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ഓരോ നെറ്റ്വർക്കിനും നിങ്ങൾക്കറിയാം പല നെറ്റ്വർക്കുകൾ നമ്മളെ ഒരു ഇന്റർനെറ്റിൽ പല നെറ്റ്വർക്ക് കൂടി ചേർന്നിട്ടാണ് ഇന്റർനെറ്റ് രൂപപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോ ചില നെറ്റ്വർക്ക് നമ്മളെ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് അല്ലെ, അത് യൂസ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്ത് LAN ആയിരിക്കും, നെറ്റ്വർക്ക് ആയിരിക്കും. ചില നെറ്റ്വർക്കിൽ നമ്മളെ OFC കേബിൾസ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആയിരിക്കും നെറ്റ്വർക്കിംഗ് കേബിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള നെറ്റ്വർക്കുകളിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും അല്ലെ. കൂടുതൽ സൈസുള്ള പാക്കറ്റുകൾക്ക് നമുക്ക് കടത്തിവിടാനും അതുപോലെ തന്നെ കൂടുതൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ചിലവയിൽ നമ്മുടെ വയർലെസ് നെറ്റ്വർക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ അതില് ബാൻഡ് വിഡ്ത്ത് വേറെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പല നെറ്റ്വർക്കുകളിൽ ഡിഫറെന്റ് ബാൻഡ് വിഡ്ത്ത് ആണുള്ളത് അല്ലെ. അപ്പൊ ഓരോ നെറ്റ്വർക്കുകളിലേക്കും പ്രവേശിക്കുമ്പോൾ ആ നെറ്റ്വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഉള്ള പാക്കറ്റുകൾ ആക്കിയിട്ട് നമ്മൾ
ഡാറ്റയെ മാറ്റണം. ആ ഒരു ജോലിയും കൂടെ നമ്മളെ ആ റൗട്ടറിലുള്ള നമ്മളെ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ലെയറിലുള്ള IP പ്രോട്ടോകോൾ നമ്മൾ IP പ്രോട്ടോകോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ രീതിയിലാണ് ഒട്ടുമിക്ക കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇന്റർനെറ്റിലൂടെ നടക്കുന്നത്. ഓക്കെ, സ്മോളർ ഓരോ നെറ്റ്വർക്കിന്റെ MTU കുറവാണെങ്കിൽ അല്ലെ നമ്മുടെ പാക്കറ്റ് സ്മോളർ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ റൗട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ കൂടെ നമ്മുടെ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ചെയ്യുന്നുണ്ട്. അപ്പോ നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷനും ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിന് എക്സിറ്റ് റൗട്ടറിൽ വെച്ചിട്ട് ആ പാക്കറ്റ് റീഅസംബിൾ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് എത്തുന്നത് അല്ലെ. ഇപ്പൊ ഡെസ്റ്റിനേഷൻ മെഷീൻ ഈ പാക്കറ്റ് കിട്ടുമ്പോൾ എങ്ങനെയാണോ പാക്കറ്റ് സെൻട്രൽ മെഷീൻ സെൻഡ് ചെയ്തിട്ടുള്ളത് അതേ പ്രകാരം തന്നെയുള്ള പാക്കറ്റാണ് ഡെസ്റ്റിനേഷൻ മെഷീൻ റിസീവ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇവിടെ നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ വരുമ്പോൾ എന്താണ് പ്രശ്നം? എന്താണ് ചെയ്യുന്നത്? നമ്മളെ മെസ്സേജ് ഇന്റർമീഡിയറ്റ് റൗട്ടേഴ്സ് ഫ്രാഗ്മെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ റീഅസംബിൾ ചെയ്യുന്നില്ല. റീഅസംബിളിങ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നുള്ളൂ? നമ്മളെ ഡെസ്റ്റിനേഷൻ മെഷീനിൽ വെച്ചിട്ട് മാത്രമേ റീഅസംബിളിങ് നടക്കുന്നുള്ളൂ. അതാണ് നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷനും ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിനെ ഇന്റർമീഡിയറ്റ് റൗട്ടേഴ്സ് അത് കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിന്റെ സൈസിനനുസരിച്ചിട്ട് സ്മോളർ പാക്കറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ സ്മോളർ പാക്കറ്റിന് നമ്മൾ IP അഡ്രസ്സ് IP ഹെഡർ ഓരോ പാക്കറ്റിനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ റൗട്ടറിൽ IP ലെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ IP ഹെഡർ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് റൗട്ട് ചെയ്യുന്നു. ഇഷ്ടമുള്ള റൗട്ട് ഈ പാക്കറ്റ് സെലക്ട് ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുന്നു. ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെ റീഅസംബിൾ ചെയ്യുന്നുള്ളൂ. കാരണം ഡിഫറെന്റ് ഓർഡറിലായിരിക്കും ഡെസ്റ്റിനേഷനിൽ എത്തുക അല്ലെ. വൺസ് എല്ലാ പാക്കറ്റുകളും സ്മോൾ പാക്കറ്റുകളും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർത്ത് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മെഷീനിൽ വെച്ചിട്ടാണ് ഈ പാക്കറ്റിനെ റീഅസംബിൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നോൺ ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്മെന്റേഷനും നമ്മുടെ ഈ നെറ്റ്വർക്ക് ലെയറിലുള്ള IP ഇന്റർനെറ്റ് പ്രോട്ടോകോള് ചെയ്യുന്ന ഫ്രാഗ്മെന്റേഷൻ വിളിയാണ്. ഇത് നമ്മൾ നോഡ് ടു നോഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കും. നോഡ് ടു നോഡ്, കാരണം ഓരോ ഇന്റർമീഡിയറ്റ് നോഡുകൾ വെച്ചിട്ടാണ് ഫ്രാഗ്മെന്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ എൻഡ് ടു എൻഡ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി ഉണ്ട്. അത് ട്രാൻസ്പോർട്ട് ലെയർ ആണ് ചെയ്യുന്നത്. എൻഡ് ടു എൻഡ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി അത് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതിലെ TCP-യോ അതുപോലത്തുള്ള എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഒക്കെയാണ് എൻഡ് ടു എൻഡ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി ചെയ്യുന്നത്. അത് സെൻട്രൽ മെഷീനിൽ നിന്ന് പാക്കറ്റിനെ സ്മോൾ പാക്കറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതും റിസീവർ മെഷീനിൽ നിന്ന് അത് റീഅസംബിൾ ചെയ്യുന്നതുമാണ്. അത് ട്രാൻസ്പോർട്ട് ലെയർ ആണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ വഴിമധ്യത്തിലുള്ള നമ്മളെ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വഴിമധ്യത്തിലുള്ള നോഡുകളിൽ വെച്ചിട്ട് ഫ്രാഗ്മെന്റേഷൻ നടത്തുന്ന കാര്യങ്ങളാണ് നമ്മളെ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഹാൻഡിൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. കാരണം എന്താ, നമ്മളെ ഇന്റർമീഡിയറ്റ് റൗട്ടറുകളിൽ ഈ 3 ലെയറുകൾ മാത്രമേ ഉണ്ടാവും അല്ലെ. ഡാറ്റ ലിങ്ക് 2 ലെയർ അല്ലെ. ഡാറ്റ ലിങ്ക് നമ്മൾ TCP/IP മോഡൽ വെച്ച് പറയുകയാണെങ്കിൽ 2 ലെയർ, ഡാറ്റ ലിങ്ക് ലെയറും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയർ അല്ലെ. ഈ നെറ്റ്വർക്ക് ലെയറിലെ IP എന്നുള്ള പ്രോട്ടോകോളാണ് നമ്മളെ ഈ നോഡ് ടു നോഡ് ഫ്രാഗ്മെന്റേഷൻ ഡീൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിന്റെ തൊട്ട് താഴെയുള്ള ലെയർ ഏതാ? ഡാറ്റ ലിങ്ക് ലെയർ അല്ലെ. അപ്പൊ ഡാറ്റ ലിങ്ക് ലെയർ ആണ് ഈ നെറ്റ്വർക്കിന്റെ നോഡുകളുടെ കണക്ഷനും മറ്റു കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് അല്ലെ. ഡാറ്റ ലിങ്ക് ലെയറിലുള്ള പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? നമുക്കറിയാം ഈതർനെറ്റ്, നമ്മളെ ട്വിസ്റ്റഡ് പെയർ കേബിൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈതർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കണക്ട് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും. അതുപോലെ വയർലെസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടോകോൾ നോഡ് 2.11 അല്ലെ, അത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡാറ്റ ലിങ്ക് ലെയറിന് വേണ്ടിയിട്ട് ഏത് കണക്ഷൻ കേബിൾ ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ, നമ്മുടെ നെറ്റ്വർക്കിന്റെ ടോപ്പോളജി എന്തൊക്കെയാണ് അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാക്കറ്റിനെ ഫ്രാഗ്മെന്റ് ആക്കുന്നുള്ള ഫംഗ്ഷനും കൂടെ നമ്മളെ IP ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ലെയറിലെ IP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ട്രാൻസ്പെറന്റ് ഫ്രാഗ്മെന്റേഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അവിടെ നമ്മളെ ഒരേ എക്സിറ്റ് റൗട്ടർ തന്നെ യൂസ് ചെയ്തിട്ട് റീഅസംബ്ലി നടത്തണം. എല്ലാ പാക്കറ്റുകളും ഒരേ എക്സിറ്റ് റൗട്ട് തന്നെ ഉപയോഗപ്പെടുത്തണം അല്ലെ. നോൺ ട്രാൻസ്പെറന്റ് വരുമ്പോൾ ഏത് റൂട്ട് വേണമെങ്കിലും എടുക്കാം. ഡെസ്റ്റിനേഷൻ മെഷീനിൽ മാത്രമേ റീഅസംബ്ലി ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനായി ആവശ്യമായിട്ടുള്ള ഫീൽഡുകളാണ് ഈ പറഞ്ഞ
3 ഫീൽഡ്, 16 ബിറ്റുള്ള ഐഡന്റിഫിക്കേഷൻ എന്നുള്ളത്, 3 ബിറ്റുള്ള ഫ്ലാഗ് എന്നുള്ളത്, പിന്നെ 13 ബിറ്റുള്ള ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്നുള്ളത്. അപ്പൊ ഇത്രയും ഫീൽഡുകൾ മെസ്സേജിന്റെ ഫ്രാഗ്മെന്റേഷൻ റീഅസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. കാരണം നമ്മൾ ഒരു വലിയ ഡാറ്റ പാക്കറ്റ് നമ്മൾ പല സ്മോളർ ചങ്ക്സ് ഓഫ് ഡാറ്റ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഫീൽഡ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ ചിലപ്പോൾ 4 എന്നുള്ള പാക്കറ്റാണ് ആദ്യം വന്നിട്ടുള്ളതെങ്കിൽ ഇത് നോക്കി ഐഡന്റിഫിക്കേഷൻ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റ് എത്രാമത്തെ പാക്കറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇത് ആയിട്ട് ബന്ധപ്പെട്ട പല ഇൻഫർമേഷൻസ് ആയിരിക്കും. എങ്ങനെയാണ് ഇതിനെ ഫ്രാഗ്മെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റീഅസംബിൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡാറ്റയിൽ എവിടെയാണ് ഈ പാക്കറ്റ് വരുന്നത് എന്നുള്ള അതിനെ ഐഡന്റിഫൈ ചെയ്യാനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ഫീൽഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫീൽഡാണ് ഹെഡർ ചെക്സം എന്ന് പറയുന്നത്. ഹെഡർ ചെക്സം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഹെഡറിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടാണ് ഹെഡർ ചെക്സം യൂസ് ചെയ്യുന്നത്. അതെവിടെയാണുള്ള ആ ഫീൽഡ് നിങ്ങൾ നോക്കൂ. ഹെഡർ ചെക്സം ഈ 16 ബിറ്റ് ഫീൽഡാണ് ഹെഡർ ചെക്സം എന്നുള്ളത്. ഇത് നമ്മുടെ ഹെഡറിലുള്ള കുറെ ബൈനറി നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. നമ്മുടെ IP ഡാറ്റാഗ്രാം ഹെഡർ എന്ന് പറയുന്നത് കുറെ ബൈനറി നമ്പേഴ്സ് ആണ് അല്ലെ. നമ്മൾ ഓരോ സൈസുള്ള ബൈനറി നമ്പർ കൊണ്ടാണ് ഓരോ ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഈ ഹെഡർ ചെക്സം എന്താ ചെയ്യുന്നത്? ഈ ബൈനറി നമ്പേഴ്സിനെ എടുത്തിട്ട്, ഹെഡറിലുള്ള ബൈനറി നമ്പേഴ്സിനെ എടുത്തിട്ട് ഒരു വൺസ് കോംപ്ലിമെന്റ് അരിത്മാറ്റിക് യൂസ് ചെയ്തിട്ട് ഈ ഓരോ 16 ബിറ്റ് നമ്പറിനും ആഡ് ചെയ്തിട്ട് 16 ബിറ്റ് നമ്പറുകളായിട്ട് എടുത്ത് ഇവയെ വൺസ് കോംപ്ലിമെന്റ് അരിത്മാറ്റിക് ഉപയോഗിച്ച് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ആ സമ്മിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും, 16 ബിറ്റ് നമ്പർ കിട്ടും. ഈ 16 ബിറ്റ് നമ്പർ ഈ ഹെഡർ ചെക്സം ആയിട്ട് ഈ പാക്കറ്റിന്റെ കൂടെ ആഡ് ചെയ്യും, IP ഹെഡറിൽ ആഡ് ചെയ്യും. അപ്പൊ ഇത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എഗെയിൻ നമ്മളെ ഈ ചെക്സം വാല്യൂ റീകമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഫീൽഡുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അത് മാച്ച് ആകുന്നില്ല എങ്കിൽ നമ്മളെ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഈ പാക്കറ്റിനെ സ്വീകരിക്കും. ഹെഡർ ചെക്സം എന്ന് പറയുന്ന ഫീൽഡിലുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാക്കറ്റ് IP ഡാറ്റാഗ്രാം പാക്കറ്റ് നമ്മളെ ട്രാൻസ്മിഷന്റെ ഇടയിൽ കറപ്റ്റഡ് അല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഹെഡറിൽ ഒരു തെറ്റുമില്ല, ഹെഡർ ഞാൻ റിസീവ് ചെയ്തത് കറക്റ്റ് ഇൻഫർമേഷൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഫീൽഡാണ് ഹെഡർ ചെക്സം എന്ന് പറയുന്ന ഫീൽഡ്. ഈ ഹെഡർ ചെക്സം ഡെസ്റ്റിനേഷൻ മെഷീനിൽ അഥവാ ഇന്റർമീഡിയറ്റ് റൗട്ടറുകളിൽ അഗെയിൻ ഇത് റീകമ്പ്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ഫീൽഡിലുള്ള വാല്യൂ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കറ്റിനെ സ്വീകരിക്കും, മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫൈനലി നമ്മൾ ഈ ഓപ്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത് വേരിയബിൾ സൈസ് ആണ്. അത് 40 ബൈറ്റ് വരെ അതിന് മാക്സിമം ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ആ ഓപ്ഷണൽ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ സോഴ്സ് റൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഈ ഓപ്ഷൻസ് ഫീൽഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് IP ഡാറ്റാഗ്രാം ഹെഡേഴ്സിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ IP ഡാറ്റാഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ, IP പാക്കറ്റുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടോകോൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ എത്രയും വേഗത്തിൽ 2 മെഷീൻസിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് IP സ്പെസിഫൈ ചെയ്യുന്നത്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതിൽ തന്നെയുള്ള ഇൻഫർമേഷൻ ആയ സോഴ്സ് IP അഡ്രസ്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ് തുടങ്ങിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മളെ പാക്കറ്റിനെ റൗട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലെ. അതിനുശേഷം നമ്മൾ ഓരോ റൗട്ടറിലും എത്തുമ്പോൾ അതിനെ നമ്മളെ പാക്കറ്റിന്റെ സൈസ് ഓവർ സൈസ്ഡ് ആണെങ്കിൽ അതിനെ ഫ്രാഗ്മെന്റേഷൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻ അതിലുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലെ. പിന്നെ മറ്റു പല ഇൻഫർമേഷനും സർവീസ് ടൈപ്പ് മുതലായ ഇൻഫർമേഷന് നമ്മളെ ഈ IP ഡാറ്റാഗ്രാമിന്റെ ഹെഡറിൽ ഉണ്ടെന്ന് കണ്ടു. അപ്പൊ ഈ ഹെഡർ വായിച്ചു നോക്കിയിട്ടാണ് ഓരോ ഇന്റർമീഡിയറ്റ് നോഡും പാക്കറ്റിനെ റൗട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതും അതുപോലെയുള്ള മറ്റ് ഫ്രാഗ്മെന്റേഷൻ ഡിസിഷൻ എടുക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ IP ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സോഴ്സ് IP അഡ്രസ് അല്ലെ, ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഹെഡർ ഇൻഫർമേഷൻ, ആ ഹെഡറിൽ അടങ്ങിയിരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സോഴ്സ് IP അഡ്രസ്സും ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും ആണ്. അപ്പൊ ഈ IP അഡ്രസ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം.